ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ചെറിയൊരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ മുറ്റമൊക്കെ ഒന്ന് ചെടികളൊക്കെ ഒന്ന് ക്ലീനാക്കുന്നതും അങ്ങനെ ചെറിയ ചെറിയ ടിപ്സുകളൊക്കെ ഉണ്ട് കേട്ടോ. ടിപ്സല്ല, ചെറിയ ചെറിയ കാര്യങ്ങളുടെ ഒരു വീഡിയോ. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ നമ്മുടെ പീറ്റിപ്പൊടി ഉണ്ടല്ലോ, നമ്മുടെ പീറ്റിപ്പൊടി ഇപ്പോൾ എല്ലായിടത്തും മലപ്പുറം കാസർഗോഡ് ഭാഗത്തേക്കൊക്കെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ ഇതറിയാത്തവർക്കും കൂടി ഞാനൊന്നും കൂടി പറയാണ്ട് നമ്മുടെ മുഖത്തെ കറുത്ത പാടുകളൊക്കെ പോകാനും മുഖക്കുരുവിൻ്റെ പാട്, ചിക്കൻ ബോക്സിൻ്റെ പാട് എല്ലാം പോകാനും ഒക്കെ പറ്റിയ നല്ലൊരു പൊടിയാണ് കേട്ടോ പീറ്റിപ്പൊടി. അപ്പോൾ നമ്മളത് കൊറിയറായിട്ട് അയച്ചു കൊടുക്കുന്നുണ്ട്. 300 രൂപയാണ് അതിൻ്റെ വില വരുന്നത്. അപ്പോൾ നിങ്ങൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയാൻ മടിക്കരുത് കേട്ടോ. പിന്നെ അപ്പം നമ്മളിങ്ങനെ എല്ലായിടത്തും എല്ലാ വീഡിയോയിലും പറഞ്ഞാലാണല്ലോ എല്ലാവരും അറിയുള്ളൂ, അതുകൊണ്ടാട്ടോ. പിന്നെ ഇനിയിപ്പോൾ നമ്മൾ സോപ്പിൻ്റെ ഒരു പരിപാടിയും കൂടി തുടങ്ങാണ്ട് കേട്ടോ. കറ്റാർവാഴ, അരിവേപ്പ്, ബീട്രൂട്ട്, ക്യാരറ്റ്, അങ്ങനെയുള്ള കുറേ സംഗതി ഉണ്ട്. പിന്നെ ചെമ്പരത്തിയുടെ പൂവിൻ്റെ സോപ്പ്, പിന്നെ എന്തായാലും സോപ്പ് നമുക്ക് വേണം. എല്ലാ വീട്ടിലേക്കും സോപ്പൊക്കെ അത്യാവശ്യമായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള സോപ്പ്, നാച്ചുറലായിട്ട് സോപ്പൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ നല്ലതാണ്. ഈ ചെമ്പരത്തി പൂവിൻ്റെ സോപ്പൊക്കെ വളരെയധികം നല്ലതാട്ടോ. പിന്നെ അതിൽ കൂടി തന്നെ വൈറ്റമിൻ ഇ ക്യാപ്സൂളും കൂടി ഒഴിച്ചിട്ടാണ് നമ്മൾ സോപ്പ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതും മുടികൾക്കൊക്കെ നല്ലതായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ ചെറിയൊരു കൊച്ചു വീഡിയോയിലിട്ട് നമുക്ക് പോകാം. അപ്പോൾ പീറ്റിപ്പൊടിക്ക് ഞാൻ ഇതിൻ്റെ അടിയിൽ നമ്പർ കൊടുത്തേക്കാം കേട്ടോ. ആ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്താൽ പീറ്റിപ്പൊടി കിട്ടും കേട്ടോ. മുഖത്ത് പാടുകളൊക്കെ പോയി നല്ല കളർ വെക്കാനൊക്കെ നല്ലൊരു ബ്രൈറ്റനിങ് ഒരു ക്രീമാണ് കേട്ടോ. അത് ആയുർവേദിക്കാണ്, അതുകൊണ്ട് തന്നെ മുഖത്തിന് യാതൊരു സൈഡ് എഫക്റ്റോ യാതൊരു കുഴപ്പങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ഒക്കെ വാങ്ങിച്ച് പറ്റിയൊക്കെ നോക്കട്ടോ. ഓക്കെ, നമുക്ക് ഇനി വീഡിയോയിലോട്ട് പോവാം. ഇനി എന്താ പരിപാടി? ഇതിനൊക്കെ ഒന്ന് വൃത്തിയാക്കല്, ചെടിയൊക്കെ ആകെ കാട് പിടിച്ചു. അപ്പോൾ അതൊക്കെ ഇതൊക്കെ നീക്കി അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചറിഞ്ഞതാണ്. അപ്പം ഇങ്ങനെ ചുറ്റി ഏതിനകത്ത് വെക്കും? ഇതുപോലത്തെ ഒരു കപ്പ് വേണം. ഇവരുടെ ബർത്ത്ഡേ ആട്ടുന്ന ബർത്ത്ഡേ താമര അത് എടുത്ത് കളഞ്ഞ വെള്ളം വേത്തിരുന്ന
ചെയ്തില്ലേ മുക്കി നോക്കണ താമര ഇത് അരച്ചിട്ടില്ലേട്ടാ ഒരെണ്ണൂടെ ഉണ്ടായില്ല. എന്നിട്ടത് Jebro, 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 jebro. Ini mau macam kalian jebro. Ini jebro, bisa sih. Jebro lebat deh ya. ബക്കറ്റ് ഇത്തിരി ആഴ്ച അച്ഛ മോട്ടർ ഓഫ് ചെയ്യും. അതോ പിടിച്ചിരിക്കാലോ. ഇവിടെ തൂക്കടി ഇവിടെ ഇതില്ലല്ലോ. അതൊന്ന് മര്യാദ കിട്ടാപ്പത്തിലേറില്ലേ ഇപ്പത്തെ അയ്യോ അടി ഇതാക്കി തുമ്പിയുടെ പറയാനൊക്കെ ജിബുജുവിനെ പേര് പറയും. ബാ ബാ കുഞ്ഞി അങ്ങോട്ട്
ചെയ്തില്ലേ? ഒറ്റയ്ക്ക് വീടുണ്ടാന്ന് നോക്കി. പോയാവൂല്ലേ? വെട്ടില്ലേ? ഉണ്ട്. ഞാൻ വിളിക്കാൻ പോവാ. പറയാടി ഞാൻ വിളിക്കാൻ പോവാണ്. കേട്ട് നോക്കണോട്ടെ മോനെ. ആ നോക്കാം. വീഡിയോ എടുക്കോട്ടെ നീയാ. പറഞ്ഞാലേ മുളച്ചത് മറ്റൊരു വീട്ടിൽ പെരയിലിരിക്കുക. ഓരോ പതിനെ കൊടുത്തുള്ളൂ. ഇപ്പൊ നേരത്തെ അപ്പണ്ടായതാ. 2 ഇട്ടിട്ടുണ്ട്. പെപ്പിനെ മേടിച്ചു കൊടുക്കണം. അതൊന്നും എടുക്കണ്ട. ഇപ്പൊ ഇവിടെയൊക്കെ ക്ലീനായി. ജിബിരുവിൻ്റെ സ്ഥലം ഇട്ടത്. ജിബിരു ചോദിക്കേ ഒക്കെ ക്ലീനായി. ജിബ്രു ഞാൻ നനക്കണം കണ്ടിട്ട് ദേ താഴത്തേക്ക് ഇറങ്ങിയേക്കാം. എന്തിനാ ഇവിടെ ഇറങ്ങിയേ? കേറിക്കോട്ടാ, ഓടിക്കളയരുതേ. ഇതൊക്കെ ഒന്ന് നനക്കാട്ടോ. ഇവിടെ ഓസൊക്കെ പിടിച്ച് വലിക്കുന്നുണ്ടിട്ടത്. ഓസ് ആരാ വലിക്കണേ? ഓസ് ഇവിടെയൊക്കെ ഒന്ന് ക്ലീനാക്കി ഉണ്ടോ. നമ്മുടെ ആമ്പലൊക്കെ നടണം. ചെടിയൊക്കെ കുറവാട്ടോ. പക്ഷെ അത്രയും ചെടി, ഒരുപാട് ചെടിയായാലും എനിക്ക് വെക്കാനൊന്നും സ്ഥലമില്ല. ഉള്ള ചെടിയൊക്കെ കുറേയൊക്കെ കാട് പിടിക്കണയൊക്കെ വെട്ടിക്കളഞ്ഞ് ക്ലീനാക്കിയതാണ്. ഇതിലൊക്കെ മണ്ണൊക്കെ നിറച്ച്. ഇതിൽ നല്ല പൂവുണ്ടാവും കേട്ടോ. ഇതെന്താ കൊങ്ങണിന്നാ എന്താ പറയൂലേ പേര്? ഇബ്രു പോലേട്ടാ. എനിക്ക് ഈ ബോഗൺവില്ല ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ബോഗൺവില്ലയിൽ ഇങ്ങനെ ഈ സമയത്താണല്ലോ പൂക്കളുണ്ടാവും. എൻ്റെ കയ്യിൽ എല്ലാ കളറും ഉണ്ടായതാട്ടോ. ഇപ്പൊക്കെ പോയി. ഒന്നാമത് സൂര്യപ്രകാശം കിട്ടണോടത്തായിരിക്കണമല്ലോ ഇത് വെക്കണ്ടേ. അങ്ങനെ വെക്കാതെ ആയപ്പോഴാണ് അതെല്ലാം പോയി. നിറച്ച് പൂക്കളായിരിക്കുള്ളൂ. എനിക്ക് നല്ല ഇഷ്ടമാണ് ഇതിൻ്റെ എല്ലാ കളറും മേടിച്ചിരുന്നു. ജിബ്രു അവിടെ നിൽക്കണമായിരുന്നേ നമുക്കൊരു ധൈര്യമില്ല. ഡാ പൊക്കോ കേറിപ്പോ. ഇവിടെ വരെയൊന്നും എടുക്കാറില്ല. നാളെ ഒറ്റ ഓട്ടം കൊടുക്കും. ഒരു കല്ല് താഴത്തുനിന്ന് എടുത്തിട്ടുണ്ട്. കണ്ടോ,
ഇവിടെ നിന്നൊരു കല്ലെടുത്തൂടെ വെച്ചേക്കണേ കേട്ടോ കളിക്കാൻ. അപ്പോഴേക്കും എൻ്റെ കയ്യിൽ അഴുക്കായി. പിന്നെ അത് ക്ലീനാക്കാം. ഈ വൃത്തിമേനുള്ളവർ മുറ്റത്ത് കളിക്കാൻ ഇറങ്ങണേ എന്തിനാ? വൃത്തിമേനുള്ളവരേ എന്തിനാ കളിക്കുമ്പോൾ കയ്യിൽ അഴുക്കൊക്കെ ആവും. ഭയങ്കര വൃത്തിക്കാരനാ. നീറ്റായിരിക്കണോ എനിക്ക്? മതി കയറിക്കോട്ടാ. ഒന്ന് കയറിക്കോ. ബർത്ത്ഡേ പോയി കയറിക്കോ. അടുത്ത കല്ലെടുക്കാനാ? അടുത്ത കല്ലെടുക്കാനാ? തലയിലും മണ്ണ് ചെളിയായി. വെള്ളമുണ്ടല്ല. ഇവിടെ മീനൊക്കെ വന്നിട്ടുണ്ട്. മീൻ വാങ്ങിക്കാൻ നോക്കട്ടെ. എന്താണ് മീൻ? എന്ത് മീനാണ്? ചെമ്പാൻ. സിലോപ്പി. പിന്നെ ഇത് 3 ഉള്ളൂ. മറ്റേത് പല വകയാ. വല്ലപ്പോഴും കിട്ടുള്ളൂ. ഈ വില കൂടുതൽ അടുത്തുള്ള മീനൊക്കെ ഉണ്ട്. പല സീസൺ ഉണ്ട്. അതിൽ പറയാനാ 300 ഇക്കറുവിന് മീൻ തന്നിട്ടുണ്ട് കേട്ടാ. ഇക്കറുവിന് ഇക്ക തന്ന മീനാണ്. ഒരെണ്ണം താഴെ പോയി. എന്നാ അത് കഴിച്ചോ. തരാട്ടോ. ഇക്കറു മീൻ കഴിച്ചോണ്ടിരിക്കുക കേട്ടോ. നമ്മൾ പരീക്ഷ കഴിഞ്ഞ് വന്നേക്കാണ് കേട്ടോ. എങ്ങനെ ഉണ്ടായി? എളുപ്പമായിരുന്നോ? വരുന്നത് വാച്ചായിരുന്നു. ഇന്ന് ലാഭായിരുന്നു കേട്ടോ നിസാമൊക്കെ അല്ലേ? ലാഭല്ലേ? ജിബ്രു അവിടെ റൂമിൽ. ഇക്രു ദേ ഇവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. കാണിച്ചു തരാം. ഇത് കിടക്കണം. അവന് മീനൊക്കെ തിന്നൂലോ. മീനൊക്കെ തിന്ന് കിടക്കുന്നു. ഉറക്കാം. ജിംബ്രുട്ടാ ഉള്ളു. ജിബ്ര വരുന്നുണ്ട്. ഈ ജിബ്ര കുട്ട വരുന്നുണ്ട്. ഓട് വെളുത്തിരിക്കാനോ ഒന്നും കാണാൻ പറ്റില്ല. കാണാം. ജിബ്ര എടാ ജിംബ്രാനി ഉമ്മയുടെ പൊന്നാണ്. ഉമ്മീനെ ഷൊട്ടാണ്. ഉറക്കാണ്. ഇനി നമ്മൾ വെളുപ്പിനെ പഠിക്കാൻ ചേർന്നാൽ അവനും എണീറ്റിരിക്കണയാ. ഇപ്പം അവൻ അത് കാരണം ഉറക്കുമായിരുന്നു. ഇത്ര നേരം ഉറക്കാം. ഇനിയിപ്പോൾ നമ്മൾ ആ മീനൊക്കെ കറി വെക്കാം കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ കറി വെക്കുന്നത് നാടൻ രീതിയിലാണ് കേട്ടോ. സാധാരണ രീതിയിലാണ്. നമ്മൾ ഒരുപാട് ടൈപ്പ് ഉണ്ടല്ലോ മീൻ കറിയൊക്കെ വെക്കുന്നത്. ഇന്ന് ഞാൻ സാധാരണ ടൈപ്പിൽ ഉള്ള മീൻ കറിയാണ് കേട്ടോ. ഇത് പിന്നെ വേറൊരു ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. നമ്മൾ ചെടി നന്നാക്കിയ ദിവസത്തെ വീഡിയോ അല്ല കേട്ടോ. അപ്പോൾ ഇതാ ആ മീൻ അങ്ങനെ കറി വെച്ചു. പിന്നെ ഞാക്ക് നിസാക്കൊക്കെ ഫ്രൈ ആക്കാനൊക്കെ എടുത്തു. അപ്പോൾ നമ്മൾ വേഗം അതിൻ്റെ പരിപാലനമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. അതായത് നമ്മൾ സാധാരണ വെക്കുന്നത് പോലെ ആട്ടോ വെച്ചിട്ട് നമ്മൾ ഉള്ളിയൊക്കെ മരിച്ച് ഒഴിക്കൂലേ അതുപോലെ കേട്ടോ. അതുപോലെ നാടൻ രീതിയിലും നമുക്ക് വെക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമാണല്ലോ. അതിൻ്റെ ആ ഒരു സ്മെല്ലും ഒക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. വാട്ടി വെക്കുന്നത് വേറെ രീതി. ഒരുപാട് രീതി ഇതിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം അങ്ങനെയൊക്കെ മീൻ കറിയൊക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നിസാമോള് സ്കൂളിലിട്ട് വരുന്നതിന് മുമ്പുള്ള വീഡിയോ ആണ് കേട്ടോ. നിസാമോളൊക്കെ വരുന്നതിന് മുമ്പ് വേഗം കറി വെക്കുന്നതാണ്. അപ്പോൾ ഈ സമയത്ത് ഇപ്പോൾ നീയ വരുമെന്നൊന്നും അറിയില്ല. നീയ ചിലപ്പോൾ ഉച്ചയൊരു പരീക്ഷ ഉള്ളെങ്കിലും അവൻ കുറച്ച് വൈകിയൊക്കെയാണ് വരില്ല. അപ്പോൾ അത് കാരണം ഇപ്പോൾ കറക്റ്റ് ഞങ്ങൾ ഊണ് കഴിക്കാനിരിക്കുമ്പോൾ നീയ വരുന്നുണ്ട് കേട്ടോ. അപ്പം അങ്ങനെയൊക്കെയാണ്. പിന്നെന്താ, പിന്നെ നമുക്ക് തക്കാളി തേങ്ങ അരച്ച് വെക്കൂലേ, തക്കാളി തേങ്ങ അരച്ച് വെച്ച കറിയും ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതും ഈ മീൻ കറിയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഊണിന് കേട്ടോ.
നിയമ വന്നിട്ടാ ഞങ്ങൾ ചോർന്നുകൊണ്ടിരിക്കുകയാണ്. അവൻ വരുന്ന അറിഞ്ഞൂടായിരുന്നു, അല്ലെങ്കിൽ ഞങ്ങൾ അവനെ നോക്കിയിരുന്നേനെ. ഇല്ലാട്ടാ അവന് നോക്കി ഇരുന്നേനായിരുന്നു. ചോറുന്നുകൊണ്ടിരിക്കുകയാണ്. അവൻ വരുമോ ഇല്ലയെന്ന് അറിയില്ലല്ലോ. കോളേജ് വിട്ടാലും ഇങ്ങോട്ട് എത്തണമെങ്കിൽ കൊല്ലം കുറേ കഴിയണം. പിന്നെ എങ്ങനെയാ പരീക്ഷ ആയാലും അവിടെ ഗേറ്റിങ്ങ് നിൽക്കും സെക്യൂരിറ്റിക്ക് കൂട്ടായിട്ട്, വെറുതെ ചേട്ടന് കൂട്ടായിട്ട്. ഇല്ലടാ ഇന്നിപ്പോ എന്താണോ നേരത്തെ ഒന്ന്, അല്ലെങ്കിൽ വിളിച്ചോ എമ്മേ വഴുകൂട്ടാ ജിബ്രുവാ അതവിടെ ഉണ്ട് ഇത് കേക്കാൻ പരീക്ഷ എളുപ്പമുണ്ടായാ. ഓ ആക്കളൊരു തോറ്റടാ നിങ്ങക്ക് രണ്ടെണ്ണത്തിന്. ജിബ്രു ചോറ് വേണ്ട എനിക്ക്, അത് തിന്നേ കാക്കൊടുക്കാം. കഴിക്ക്. ദേ ഉറങ്ങി ചേർന്ന ജിബ്രുവിനെ വിളിച്ചോണ്ട് വന്നേ. കുറച്ചോരേ ജിബ്രാട്ടെ ജിബ്രാനെ. ഓ വാ വാ. അപ്പന്താ ബിസ്ക്കറ്റ് ഇതാ, പാപ്പന്താ. അവന് വേണ്ടാന്നേ. എന്തിനാണ് വിളിച്ചല്ലോ ചോദിക്കണം. അത് തന്നെ ഞാൻ ഉമ്മാക്ക് ഉമ്മച്ചീന്ന് വിളിക്കണ ഇഷ്ടം, ഉമ്മാന്ന് വിളിക്കണ ഇഷ്ടമല്ല. അതുകൊണ്ട് കാക്ക ഉമ്മച്ചീന്ന്. അല്ല ഉമ്മക്ക് എന്താ ഇഷ്ടം പറ. എന്തെങ്കിലും വിളിച്ചോ, എന്തെന്ന് വിളിച്ചാലും മമ്മി വിളിക്കട്ടെ. മമ്മി ബാലൻസ് വേണ്ട, അത് അതിക്കുറി ചോറ് കൊടുക്ക. ഇത് കാണാൻ പറ്റില്ല. ഇത് ആർക്ക് ചെയ്യണയാ? അതേ കുറുവിന് ഇക്കുറുവിനൊന്നും വേണ്ട. കുറുവിന് കറി ഒഴിച്ച് അതേ മീൻ ഇത് മുള്ളൊക്കെ ഇരിക്കും, അത് മറിച്ചു കൊടുത്താൽ അത് കഴിക്ക് മഴ പങ്കാളെന്ന് പറഞ്ഞാൽ അത് എനിക്ക് എന്നോട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ കേട്ടോ. അപ്പോൾ നമുക്ക് ചക്ക ഇട്ടിട്ടുണ്ടായിരുന്നു, പിന്നെ ചക്കയൊക്കെ മുറിച്ച് നമ്മൾ കഴിച്ചു. ഇപ്പോൾ ചക്കയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണല്ലോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരാം. ഓക്കെ ബൈ.